ചാനൽ എൻ്റെ ലോകം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ കാര്യം എന്താണെന്ന് ഏകദേശം പിടികിട്ടി കാണും. മിക്ക അസുഖങ്ങളും, അതായത് മെയിൻ ആയിട്ട് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ നമ്മൾ നേരത്തെ അതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുവാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അപ്പോൾ അതില് സ്ത്രീകൾക്ക് കണ്ടുവരുന്ന ഒരു ടൈപ്പ് ക്യാൻസർ ആണ് സ്തനാർബുദം. ഒരു പ്രായം കഴിഞ്ഞാൽ ഒരു പരിധിയിൽ സ്ത്രീകൾക്ക് കണ്ടുവരുന്ന ഒരു അസുഖമാണ് സ്തനാർബുദം. ഇത് നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്ത് കാണുന്നതിലും നേരത്തെ നമുക്ക് സ്വയം പരിശോധിച്ച് കാണാൻ സാധിക്കും എന്നതാണ് ഒരു സത്യം. എന്നാൽ ഇന്ന് പല സ്ത്രീകളും ഇത് കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നതാണ് സത്യം. അപ്പൊ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാണ്, ഇത് നിങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ എടുക്കാം. നിങ്ങൾ ഒരു വീട്ടിലെ വീട്ടമ്മമാർക്ക് പല തിരക്കുകളും ഉണ്ടാവും, ഒരുപാട് തിരക്കുകൾ ഉണ്ടാവും. ഹസ്ബൻഡിന്റെ കാര്യം നോക്കണം, കുട്ടികളുടെ കാര്യം നോക്കണം, അങ്ങനെ ഒരുപാട് തിരക്കുകൾ ഉണ്ടാവും. അതിനിടയിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാതെ പോവരുത്. അപ്പോൾ നിങ്ങൾക്കായിട്ട് കുറച്ച് സമയം എന്തായാലും മാറ്റി വെക്കണം. അപ്പൊ ആർക്കും ഒരു അസുഖവും വരാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എങ്കിലും എന്തെങ്കിലും ഒരു ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടുപിടിക്കാൻ നമുക്ക് സ്വയം പരിശോധനയിലൂടെ സാധിക്കും. അങ്ങനെ നേരത്തെ ലക്ഷണങ്ങൾ കാണുന്നതിലൂടെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാനും പറ്റും. അപ്പൊ അതിനുവേണ്ടി കുറച്ച് സമയം നിങ്ങൾ മാറ്റിവെക്കുക എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒന്നുകിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ വൈകുന്നേരം കുളിക്കുന്ന സമയത്തോ ഒക്കെ നിങ്ങൾക്കിത് സ്വയം പരിശോധിച്ച് ഇതിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. സ്ത്രീകൾക്കായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. എന്നാലും പുരുഷന്മാർക്കും കാണാം, അവരുടെ ഭാര്യമാർക്കൊക്കെ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന അമ്മമാര് വീട്ടിലെ വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് കൂടി പറഞ്ഞു കൊടുക്കാം. എന്റെയൊക്കെ ചെറുപ്പത്തില്, അതായത് ഞങ്ങൾക്കൊക്കെ ഒരു പ്രായപൂർത്തിയൊക്കെ ആയിട്ട് കുറച്ച് വളർന്നു വരുമ്പോൾ തന്നെ എൻ്റെ അമ്മയൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് ഈ സ്വയം പരിശോധന, നമ്മുടെ സ്ഥലങ്ങൾ സ്വയം പരിശോധന നടത്തുക എന്നുള്ള കാര്യം നമ്മുടെ അമ്മ തന്നെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ അമ്മമാര് വളർന്നു വരുന്ന പെൺകുട്ടികൾ കൂടി പറഞ്ഞു കൊടുക്കുക. അപ്പൊ എന്തായാലും ഒരുപാട് സംസാരിച്ച് സമയം കളയുന്നില്ല, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ണാടിയുടെ മുന്നിൽ ഇതേ പൊസിഷനിൽ നിൽക്കുക. അതിനുശേഷം നിങ്ങളുടെ സ്ഥലങ്ങൾക്ക് ചുറ്റും എന്തെങ്കിലും പാടുകളോ ചുവന്ന തടിപ്പുകളോ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. എന്തെങ്കിലും മാറ്റങ്ങളോ അങ്ങനെ എന്തെങ്കിലും പൊതുവെ ഉള്ളതിൽ നിന്നും എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കൈ ഉയർത്തിയ ശേഷം ഒന്നുകൂടെ അതേ രീതിയിൽ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും നിറം മാറ്റങ്ങളോ തടിപ്പുകളോ ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ നിപ്പിളിൽ നിന്നും എന്തെങ്കിലും കളർ ചേഞ്ച് ഉള്ള ദ്രാവകങ്ങൾ വരുന്നുണ്ടോ എന്നുകൂടെ നോക്കുക. ഓക്കെ, അതിനടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ഇതുപോലെ കിടന്ന ശേഷം വലത് കൈ ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ ഇടത് കൈവിരലുകൾ ഉപയോഗിച്ച് സ്തനത്തിൻ്റെ, അതായത് നമ്മുടെ നിപ്പിളിൽ നിന്ന് സ്തനത്തിന് പുറത്തെത്തുന്നത് വരെ വട്ടത്തിൽ, അതായത് സർക്കുലർ മോഡിൽ ഇങ്ങനെ തടവി നോക്കുക. നമ്മുടെ വിരലുകൾ ഉപയോഗിച്ച് വിരലുകൾ അങ്ങനെ സർക്കുലർ മോഡിൽ ഒന്ന് ഓടിച്ചു നോക്കുക. ഇങ്ങനെ വട്ടത്തിൽ പുറത്തേക്ക് എത്തുന്നത് വരെ ഇങ്ങനെ ഓടിച്ചു നോക്കുമ്പോൾ എന്തെങ്കിലും തടിപ്പുകളോ എന്തെങ്കിലും കട്ടിയായിട്ടുള്ള എന്തെങ്കിലും പാർട്ടുകളോ ഉണ്ടോ എന്ന് പരിശോധിക്കുക. രണ്ട് ഭാഗവും അതുപോലെ ചെയ്യണം. അതിനുശേഷം ഇനി ഇങ്ങനെ കുളിക്കുന്ന സമയമായിരിക്കും ഏറ്റവും ബെറ്റർ. അതായത് നമ്മുടെ ശരീരം നനഞ്ഞിരിക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് അറിയാൻ കഴിയും. വലത് കൈ ഉയർത്തിപ്പിടിച്ച് ഇടതു കൈ കൊണ്ട് നേരത്തെ ചെയ്തതുപോലെ സർക്കുലർ മോഡിൽ നിപ്പിൾ തൊട്ട് പുറത്തേക്ക് വരെ ഇങ്ങനെ കൈ കൊണ്ട് ഒന്ന് ഓടിച്ചു നോക്കുക. അതുപോലെ തന്നെ ഇടത് കൈ പൊക്കി വലത് കൈ കൊണ്ടും ചെയ്തു നോക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്തു നോക്കിയാൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്തു നോക്കേണ്ട പൊസിഷൻ മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നിങ്ങളുടെ നിപ്പിൾ തൊട്ട് സെന്ററിൽ തൊട്ട് ഇങ്ങനെ അവിടെ നിന്ന് തൊട്ട് സർക്കുലർ മോഡിൽ ഈ കൈ കൊണ്ട് മെല്ലെ പതുക്കെ അമർത്തി ഇങ്ങനെ റൗണ്ട് മോഡിൽ ഇങ്ങനെ പുറത്തെത്തും വരെ ചെക്ക് ചെയ്ത് നോക്കുക. രണ്ട് സൈഡും അതുപോലെ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കും, കുറച്ച് പ്രസ് ചെയ്ത് തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും തടിപ്പുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മുഴ പോലെ ഉള്ളിലുണ്ടെങ്കിലോ നമുക്ക്
അത് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ചിലപ്പോഴും വേറെ എന്തെങ്കിലും ഇപ്പൊ പീരിയഡ് ടൈം ഒക്കെ വന്നത് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ആ ഒരു പീരിയഡ് സമയം കഴിഞ്ഞ് ഒന്നുകൂടെ നോക്കുക. എന്നിട്ടും തുടർന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കാണിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്തനാർബുദത്തിന്റെ ലക്ഷണങ്ങൾ നമ്മൾ സ്വയം പരിശോധിച്ച് കണ്ടെത്തുന്നത്. ഞാൻ ഡോക്ടറൊന്നുമല്ല. അപ്പൊ ഞാൻ എനിക്കറിയുന്ന എൻ്റെ അമ്മയൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള, ഞാൻ വായിച്ചിട്ടൊക്കെ അറിഞ്ഞിട്ടുള്ള ഈ രീതിയാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തായാലും അങ്ങനെ ഒന്ന് എല്ലാവരും ചെയ്തു നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനിൽ സെറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ബൈ ബൈ. ടേക്ക് കെയർ.